2024 ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം ലാഹോർ. നഗരങ്ങളിലെ വായു ഗുണനിലവാര സൂചികയുടെ മൂല്യം കണക്കാക്കുമ്പോൾ സാധാരണയായി പരിഗണിക്കുന്ന അന്തരീക്ഷ വാതകങ്ങളാണ് കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്. ഐക്യു എയർ റിപ്പോർട്ട് 2024. വായുനിലവാരം ഉയർത്തുന്ന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്ന സ്വിസ് കമ്പനിയായ ഐക്യു എയർ 2025 മാർച്ചിൽ പുറത്തുവിട്ട 2024 വായുനിലവാരം സംബന്ധിച്ച റിപ്പോർട്ടിൽ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരമാണ് ബർണിഹാട്ട്. മേഘാലയ ആസാം അതിർത്തിയിലെ വ്യവസായ പട്ടണമാണ് ഇത്. ഐക്യു എയർ റിപ്പോർട്ട് പ്രകാരം 2024 ലോകത്തിൽ വായുമലിനീകരണം ഏറ്റവും രൂക്ഷമായ തലസ്ഥാന നഗരം ന്യൂഡൽഹിയാണ്. ഏറ്റവും കൂടുതൽ മലിനവായുവുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 2024 ഇന്ത്യയുടെ സ്ഥാനം 5-ാമതാണ്. 2023 ഇന്ത്യയുടെ സ്ഥാനം 3-ാമതായിരുന്നു. ആദ്യ 4 സ്ഥാനക്കാർ ഇങ്ങനെയാണ്: റിപ്പബ്ലിക് ഓഫ് ചാഡ് ആഫ്രിക്ക, കോങ്കോ ആഫ്രിക്ക, ബംഗ്ലാദേശ് ഏഷ്യ, പാകിസ്ഥാൻ ഏഷ്യ. തിമൂറിൻ്റെ ഇന്ത്യൻ ആക്രമണം നടന്ന വർഷം 1398. നസിറുദ്ദീൻ മഹ്ദൂദ് ഷാ തുഗ്ലക്കിൻ്റെ ഭരണകാലത്താണ് തിമൂർ ഡൽഹി ആക്രമിക്കുന്നത്. 1398. തമാർലൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സമർഖണ്ഡ് ഭരണാധികാരിയാണ് തിമൂർ. തിമൂറിഡ് രാജവംശത്തിൻ്റെ സ്ഥാപകനും ആദ്യ ഭരണാധികാരിയുമാണ് തിമൂർ. ആധുനിക അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ തിമൂറിഡ് സാമ്രാജ്യം സ്ഥാപിച്ച ഭരണാധികാരിയാണ് ഇദ്ദേഹം. നശീകരണത്തിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ് തിമൂർ. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് EMS നമ്പൂതിരിപ്പാട്. EMS സർക്കാർ ആദ്യമായി പാസാക്കിയ നിയമമാണ് കുടിയൊഴിപ്പിക്കൽ നിയമം. EMSൻ്റെ ആദ്യ ലേഖനം പ്രസിദ്ധീകരിക്കപ്പെട്ട മാസികയാണ് പാശുപാതം. EMS സ്വീകരിച്ചിരുന്ന തൂലികാനാമങ്ങൾ: സുരേന്ദ്രൻ, S പരമേശ്വരൻ, PS ചെറിയാൻ, KK വാസുദേവൻ. കേരളത്തിൽ മുഖ്യമന്ത്രിയായ ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തിയാണ് EMS. പ്രഭാതം, ന്യൂ ഏജ്, പീപ്പിൾസ് ഡെമോക്രസി എന്നിവയുടെ പത്രാധിപർ ആയിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. EMSൻ്റെ ചില പ്രധാന കൃതികൾ: 1.25 കോടി മലയാളികൾ, ഗാന്ധിയും ഗാന്ധിസവും, വേദങ്ങളുടെ നാട്, ബെർലിൻ ഡയറി. 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് കെ അരവിന്ദാക്ഷന്. കെ അരവിന്ദാക്ഷനെ 2024 ഓടക്കുഴൽ അവാർഡിന് അർഹനാക്കിയ കൃതി ഗോപ എന്ന നോവലാണ്. കെ അരവിന്ദാക്ഷൻ്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ: സാക്ഷിമൊഴി, ഭോപ്പാൽ, പുതിയ ഗോത്രത്തിൻ്റെ ഉൽപ്പത്തി, കുശിനി നാരയിലേക്ക്, അലക്കുയന്ത്രം. 2025 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് പ്രമുഖ സാഹിത്യ വിമർശകനായ EP രാജഗോപാലനാണ്. 2021 ഓഗസ്റ്റിൽ പ്രസിദ്ധീകരിച്ച ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് അവാർഡ് ലഭിച്ചത്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന ഓടക്കുഴൽ അവാർഡ് മഹാകവി G ശങ്കരക്കുറുപ്പിൻ്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരമാണ് ഓടക്കുഴൽ അവാർഡ്. പ്രഥമ ഓടക്കുഴൽ അവാർഡ് ജേതാവ് ബാലകവി MK രാമൻ. 1968. കൃതി നാരായണീയം, തമിഴ് വിവർത്തനം. ഓടക്കുഴൽ അവാർഡ് ജേതാക്കൾക്ക് നൽകുന്ന പുരസ്കാരത്തുക 30,000 രൂപ. 2022 ഓടക്കുഴൽ അവാർഡ് ജേതാവ് അംബികാസുധൻ മങ്ങാട്. കൃതി പ്രാണവായു. 2023 ഓടക്കുഴൽ അവാർഡ് ജേതാവ് PN ഗോപികൃഷ്ണൻ. കൃതി കവിത മാംസഭോജിയാണ്. പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശിമംഗലം ആരുമായി ബന്ധപ്പെട്ടതാണ്? കുഞ്ചൻ നമ്പ്യാർ. മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ തുഞ്ചൻ പറമ്പിൽ ജനിച്ച മലയാള സാഹിത്യകാരനാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ.
കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്ക് അടുത്ത് ചെറുശ്ശേരി ഇല്ലത്തിൽ ജനിച്ച സാഹിത്യകാരനാണ് ചെറുശ്ശേരി. കവിത ചാട്ടവാറാക്കിയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് അറിയപ്പെടുന്നു. ജനകീയ ഹാസ്യകവി എന്നറിയപ്പെടുന്നു. 1705 മെയ് 5 പാലക്കാട് ജില്ലയിലെ ലക്കിടിയിൽ കിള്ളിക്കുറിശ്ശിമംഗലത്ത് കാലകത്ത് ഭവനത്തിലാണ് കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത്. കുഞ്ചൻ സ്മൃതിവനം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചൂലന്നൂരാണ്, പാലക്കാട് ജില്ല. സംസ്ഥാന സർക്കാർ നിർമ്മിച്ച കുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അമ്പലപ്പുഴയിലാണ്, ആലപ്പുഴ ജില്ല. കിള്ളിക്കുറിശ്ശിമംഗലത്തെ കാലകത്ത് ഭവനവും കുഞ്ചൻ നമ്പ്യാർ സ്മാരകമായി നിലനിർത്തിയിട്ടുണ്ട്. കുഞ്ചൻ ദിനമായി ആചരിക്കപ്പെടുന്ന ദിവസം മെയ് 5. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ കായിക താരം മനു ഭാക്കർ. 2024 പാരീസ് ഒളിമ്പിക്സിൽ മനു ഭാക്കർ. ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. 2024 പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ ആദ്യ മെഡൽ ജേതാവാണ്. ഒരു ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത, അതും വെങ്കല മെഡൽ. അത്ലറ്റിക്സിൽ തുടർച്ചയായി 2 ഒളിമ്പിക്സുകളിൽ വ്യക്തിഗത മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. 2024 പാരീസ് ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ. ഒളിമ്പിക്സിൽ ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് പാരീസ് ഒളിമ്പിക്സ് 1900. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ പങ്കെടുത്ത ആദ്യ ഒളിമ്പിക്സ് ലണ്ടൻ ഒളിമ്പിക്സ് 1948. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഒളിമ്പിക്സ് മെഡൽ നേടിയ വ്യക്തി KD ജാദവ്. 1952 ഹെൽസിങ്കി വെങ്കലം റെസ്ലിംഗിൽ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ വനിത നീലിമ ഘോസ്, അത്ലറ്റ്. 1952 ഹെൽസിങ്കിയിൽ അത്ലറ്റ്. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത കർണം മല്ലേശ്വരി. 2000 സിഡ്നി ഒളിമ്പിക്സിൽ ഭാരോദ്വഹന വിഭാഗത്തിൽ വെങ്കല മെഡൽ ലഭിച്ചു. എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായി അനുഭവപ്പെടുന്ന മേഖല മിതോഷ്ണ പ്രദേശങ്ങൾ. മിതശീതോഷ്ണ മേഖല വടക്കൻ അർദ്ധഗോളത്തിലെ കർക്കടക വൃത്തത്തിനും ആർട്ടിക് വൃത്തത്തിനും ഇടയിലും ദക്ഷിണ അർദ്ധഗോളത്തിലെ മകരം വൃത്തത്തിനും ആർട്ടിക് വൃത്തത്തിനും ഇടയിലും സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണിത്. മിതശീതോഷ്ണ മേഖലകൾ, മിതോഷ്ണ പ്രദേശങ്ങൾ എന്നത് ഉഷ്ണമേഖല ധ്രുവപ്രദേശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന മിതമായ താപനിലയുള്ള പ്രദേശങ്ങളാണ്. മിതശീതോഷ്ണ മേഖലയിലെ 4 വാർഷിക ഋതുക്കൾ ശീതകാലം, ശരത്കാലം, വേനൽക്കാലം, വസന്തകാലം എന്നിവയാണ്. വടക്കൻ മിഡിൽ ഈസ്റ്റ്, ദക്ഷിണാഫ്രിക്ക, മധ്യ ഏഷ്യ, ദക്ഷിണ അമേരിക്ക, തെക്കൻ ഓസ്ട്രേലിയ തുടങ്ങിയവയാണ് മിതശീതോഷ്ണ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ചില പ്രദേശങ്ങൾ. ഭൂവൽക്കവും മാന്റിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ വിളിക്കുന്നത് ശിലാമണ്ഡലം അഥവാ സ്ഥലമണ്ഡലം എന്നും അറിയപ്പെടുന്നു. മുട്ടയുടെ പൊട്ടിയ പുറന്തോട് പോലെ പല കഷണങ്ങളായി കാണപ്പെടുന്ന ഭാഗമാണ് ശിലാമണ്ഡലം. ഭൗമോപരിതലത്തിൽ നിന്നും 100 കിലോമീറ്റർ വരെ ആഴത്തിൽ വ്യാപിച്ചിരിക്കുന്ന ഈ ശിലാമണ്ഡലത്തിൽ ഭൂമിയിലെ എല്ലാ വൻകരകളും സമുദ്രങ്ങളും ഉൾക്കൊള്ളുന്നു. ശിലാമണ്ഡലത്തിൽ താഴെയായി 20 കിലോമീറ്റർ വരെ ആഴത്തിൽ അർദ്ധ ദ്രാവക രൂപത്തിൽ കാണപ്പെടുന്ന മണ്ഡലമാണ് അസ്തനോസ്ഫിയർ. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിൻ്റെ സ്രോതസ്സാണ് അസ്തനോസ്ഫിയർ. മാന്റിലിനു താഴെയായി കാണപ്പെടുന്ന ഭൂമിയുടെ കേന്ദ്രഭാഗമാണ് കാമ്പ്. ഭൂപടത്തിൽ നൽകിയിട്ടുള്ളതിൽ ഏത് രീതിയിലുള്ള തോതാണ് നമുക്ക് അനായാസം മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രസ്താവന രീതി. ഭൂപടങ്ങളിലെ തോത്
ഭൂമിയുടെ ഉപരിതലത്തിലെ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലത്തെ ഭൂപടത്തിൽ രേഖപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന ആനുപാതിക അകലമാണ് തോത്. ഭൂപടങ്ങളിലെ തോത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 3 രീതികളിലാണ്. സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയാണ് പ്രസ്താവന രീതി. 1 സെൻറ്റിമീറ്റർ 4 കിലോമീറ്റർ എന്നു രേഖപ്പെടുത്തിയാൽ ഭൂപടത്തിലെ ഓരോ സെൻറ്റിമീറ്ററും ഭൂമിയിലെ 4 കിലോമീറ്റർ ആണെന്ന് മനസ്സിലാക്കാം. ഇതാണ് പ്രസ്താവന രീതി. ഭിന്നക രീതി രണ്ടാമത്തേത്. ഭൂപടത്തിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിപ്പിക്കുന്ന രീതി. പ്രസ്താവന രീതിയിൽ 1 സെൻറ്റിമീറ്റർ 4 കിലോമീറ്റർ എന്നത് ഭിന്നക രീതിയിൽ 1:4 ലക്ഷം എന്നായി മാറും. രേഖാരീതി മൂന്നാമത്തെ. ഭൂപടങ്ങൾ വലുതാകുകയോ ചെറുതാകുകയോ ചെയ്യുമ്പോൾ അതിൽ രേഖാരീതിയിൽ കാണിച്ചിട്ടുള്ള തോതും ആനുപാതികമായി മാറുന്നു. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന മേഖല. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന മേഖലയാണ് ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ അതിർത്തികൾ. വടക്കു പടിഞ്ഞാറ് അതിർത്തിയിൽ ഡൽഹി മലനിര, തെക്ക് ഏലമലകൾ, കിഴക്ക് രാജ്മഹൽ കുന്നുകൾ, പടിഞ്ഞാറ് ഗിർ മലനിരകൾ. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന പീഠഭൂമികൾ: പലാമു, മാൾവ, കർണാടക, കോയമ്പത്തൂർ, റാബി, ഹസാരിബാഗ്.